ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു വാർത്ത പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളെല്ലാം പ്രിയങ്കരനായ കലാഭവൻ നവാസ് അന്തരിച്ചു. ചോറ്റാനിക്കരയിലും ഷൂട്ടിങ്ങിലായിരുന്നു. പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ അദ്ദേഹം എടുത്ത റൂം ബോയ് വന്ന് നോക്കുന്ന സമയത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഹൃദയാഘാതം ആണ് സംഭവിച്ചതെന്നാണ് ഫസ്റ്റ് റിപ്പോർട്ട് അറിയാൻ കഴിഞ്ഞുള്ളത്. റൂം ബോയ് വന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ അറിഞ്ഞ വാർത്തയാണ്. ഒരു 10 മിനിറ്റ് മുമ്പ് ആണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നതും എല്ലാ ചാനലുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും. നവാസിനെ പറ്റി പറയുകയാണെങ്കിൽ, കലാഭവൻ നവാസ് ഒരു 10, 20, 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമയിൽ സജീവമായിരുന്നു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അദ്ദേഹത്തിന് കൂടുതൽ സജീവമാവാൻ സാധിച്ചില്ല. നല്ലൊരു കലാകാരനായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടുകൊണ്ട് പറയുന്നതല്ല, നല്ലൊരു മിമിക്രി അവതരിപ്പിക്കാനും അതുപോലെ തന്നെ അഭിനയമായാലും എല്ലാം കൊണ്ട് തികഞ്ഞൊരു നടൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ മലയാള സിനിമയിലെ അത്യാവശ്യം അറിയപ്പെടുന്ന നടനും നല്ലൊരു കഴിവുള്ള നടനായിരുന്നു. വാത്സല്യം എന്ന സിനിമയിലൊക്കെ അബൂബക്കർ അമ്മാവനായിട്ട് അഭിനയിച്ച, മമ്മൂക്കയുടെ അമ്മാവനായിട്ട് അഭിനയിച്ചുള്ള അബൂബക്കർ എന്ന നടൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ, ശരിക്കും പറയാൻ ചില അനുജനാണെന്നാണ് നമുക്ക് തോന്നാറുള്ളത്, കലാഭവൻ നിയാസ്, മറിമായം എന്ന സീരിയലിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള നിയാസ് അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. നവാസ് കുറേ സിനിമകളിൽ നായകനായും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ വിഷമം കൂടുതൽ തോന്നുന്നതാണെങ്കിൽ, അദ്ദേഹം വീണ്ടും മലയാള സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരണം അദ്ദേഹത്തെ വേട്ടയാടിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ, പോർക്കളം എന്ന ഇപ്പോൾ അടുത്ത് പടക്കളം എന്ന, ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ അടുത്ത് വന്ന സിനിമയിൽ അദ്ദേഹം ഗംഭീരമായുള്ള കഥാപാത്രമാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിട്ടും അദ്ദേഹവും എല്ലാ പോസ്റ്റർ ഇടുമ്പോഴും എനിക്ക് കാണാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് നടിയായിരുന്നു. അവർക്കിപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അവർക്ക് ഏതോ ഒരു സിനിമയിൽ, ഷോർട്ട് ഫിലിമിൽ ഏതോ സിനിമയിൽ അവാർഡ് കിട്ടിയതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും നവാസ് മലയാള സിനിമയിൽ സജീവമാകുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഞാനിപ്പോൾ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് 2-3 ചാനലിലെ വാർത്തകളും അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ കണ്ടത്. വളരെയധികം വിഷമം ആയിരിക്കുകയാണ് എല്ലാവർക്കും. കലാഭവൻ നവാസ് അത്രയും കഴിവുള്ളൊരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്നിട്ടുള്ള പല നടന്മാർ, മിമിക്രിയിലൂടെ വന്നവരൊക്കെ അദ്ദേഹത്തിനേക്കാൾ മുകളിൽ കയറിപ്പോയിരുന്നു. അതായത് ജയറാം, ദിലീപ് ഒരുമിച്ചുള്ളൊരു ശ്രേണിയിലായിരുന്നു നവാസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവരെ പോലെ ജയറാമിൻ്റെയും ദിലീപിൻ്റെ പോലെ ഒന്നും കയറിപ്പോകാൻ സാധിച്ചില്ല. എങ്കിലും വീണ്ടും നല്ലൊരു സിനിമ, ഈ പറഞ്ഞ പോലെ